ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അങ്ങനെ 13 ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ വിജയകരമായിട്ട് ബുധനാഴ്ച വരെ എത്തി നിൽക്കുകയാണ്. 7 പേര് നോമിനേഷൻ വന്നിട്ടുള്ള ആഴ്ച രക്ഷപ്പെട്ടത് നൂറ മാത്രമാണ്. എന്തൊക്കെയാണ് ആര് വേണമെങ്കിലും ഈ ആഴ്ച പുറത്താകുന്ന സ്ഥിതിയിലോട്ടാണ് വോട്ടിംഗ് മാറി മറിയുന്നൊരു കാഴ്ചയാണ് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും വോട്ടിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെക്കുമ്പോൾ ബുധനാഴ്ച രാവിലെ ആരാണ് വോട്ടിംഗ് മുന്നിൽ നിൽക്കുന്നതും ആരൊക്കെ വോട്ടിംഗ് വൻ പരാജയങ്ങളായിട്ട് മാറിയിട്ടുള്ളത് നമുക്ക് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും വോട്ടിംഗ് റിസൾട്ടുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. 1ാം സ്ഥാനത്ത് അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ പ്രകാരം കാണാൻ സാധിക്കുന്നത് അനുമോളെ തന്നെയാണ്. അനുമോളുടെ വോട്ട് റോക്കറ്റ് വേഗത്തിൽ കുതിച്ചു വരുന്നൊരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അനുമോളെ തകർക്കാൻ അനീഷിനായിട്ടും ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ ഇന്നലത്തെ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന അനുമോൾക്ക് തന്നെയായിരിക്കും. അതായിരിക്കും ഇത്രയും വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. 38,765 വോട്ടുകളോളം അനുമോൾ സ്വന്തമാക്കിയപ്പോൾ 2ാം സ്ഥാനത്ത് അനീഷായിട്ടുണ്ട്. എന്തൊക്കെയാണ് ഹൗസിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഇരുവർക്ക് തന്നെയാണ് പ്രേക്ഷക പിന്തുണ കൂടുതൽ. 34,608 വോട്ടുകളുമായിട്ട് അനീഷേട്ടൻ 2ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 3ാം സ്ഥാനത്ത് ആതിര എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ആതിരയ്ക്കും നല്ല രീതിയിൽ തന്നെ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മൂവരും നല്ല കട്ട കോമ്പറ്റീഷൻ തന്നെ വരും മണിക്കൂറിൽ നടത്തും നമുക്ക് തോന്നുന്നുണ്ട്. 28,394 വോട്ടുമായിട്ട് ആതിര 3ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 4ാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലോട്ട് ഷാനവാസ് പോയിട്ടുണ്ട്. ഇന്നലത്തെ എപ്പിസോഡിൽ ഷാനവാസിന് നേരിയ തോതിലുള്ള തിരിച്ചടികൾ വോട്ടിംഗ് നേരിട്ടിട്ടുണ്ട്. അതാണ് ഷാനവാസ് വീണ്ടും വോട്ടിംഗ് പിന്നോട്ട് പോയിരിക്കുന്നത്. 25,132 വോട്ടുകൾ സ്വന്തമാക്കാൻ ഷാനവാസിന് സാധിച്ചപ്പോൾ 5ാം സ്ഥാനത്ത് നെവിൻ്റെ മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. 21,637 വോട്ടുകളോളം നെവിൻ സ്വന്തമാക്കി നല്ലൊരു മുന്നേറ്റം ഈ ഒരു മണിക്കൂറിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നെവിൻ വരും മണിക്കൂറിൽ വീണ്ടും അട്ടിമറികൾ നടത്തി ഷാനവാസിനെ പോലും അട്ടിമറിക്കാൻ സാധ്യതയുള്ളപ്പോൾ 6ാം സ്ഥാനത്ത് അക്ബറിനെയാണ് കാണാൻ സാധിക്കുന്നത്. അക്ബറിന് നേരിയ വോട്ടിംഗ് ഇടിവ് തന്നെയാണ് ഈ ഒരു മണിക്കൂറുകളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ ആഴ്ച എവിക്റ്റായി പുറത്തുപോകാനുള്ള സാധ്യതയുണ്ട്. 18,766 വോട്ടുകൾ സ്വന്തമാക്കാൻ അക്ബറിന് സാധിച്ചപ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണി 7ാം സ്ഥാനത്ത് സാബുമാനാണ്. 17,125 വോട്ടുമായിട്ട് സാബുമാൻ ഈ ആഴ്ച എവിക്റ്റാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് ആയതുകൊണ്ട് തന്നെ ഇതിന് മാറ്റങ്ങളും വരാം. കഴിഞ്ഞ ആഴ്ച നെവിനും നമ്മുടെ സാബുമാനൊക്കെ ആയിരുന്നു അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകളിൽ പുറകിൽ. പക്ഷേ ആര്യനാണ് എവിക്റ്റായി പോയിട്ടുണ്ടായത്. അതുപോലെ ഒരു അൺഫെയർ എവിക്ഷൻ ഈ ആഴ്ച നടക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്തൊക്കെയാണ് മണി വീക്കൊക്കെയാണ് നടക്കുന്നത്. ടാസ്കുകളൊക്കെ നല്ല രസകരമായിട്ട് നടന്ന് ഒരുപാട് ക്യാഷുകളെല്ലാം കണ്ടസ്റ്റന്റുകൾ സ്വന്തമാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിക്കാം ഇന്നത്തെ എപ്പിസോഡിനായിട്ടൊക്കെ. അപ്പം നിങ്ങളുടെ ഇന്നത്തെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തിലേക്ക് ആരാണോ മികച്ച കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ ആരാണോ ടോപ്പ് 5 ഡിസർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് അവർക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക. വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ഒരു സീസണിൽ ആര് കപ്പടിക്കണം എന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക.